ആലപ്പുഴ പള്ളിപ്പുറത്തെ സ്ത്രീകളുടെ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യനെ വീണ്ടും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. സനോജ് ചേരുകയാണ്. സനോജ്, വിശദാംശങ്ങൾ. ഷമി, കഴിഞ്ഞ 7 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് ഇന്ന് അവസാനിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഏറ്റുമാനൂർ കോടതിയിൽ പ്രതി സെബാസ്റ്റ്യനെ ഹാജരാക്കുവാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തീരുമാനം. ഇതിന് മുന്നോടിയായി ഇപ്പോൾ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ പ്രതിയുമായി എത്തിച്ച് മെഡിക്കൽ പരിശോധന പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം കോടതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായ എവിഡൻസുകൾ കരസ്ഥമാക്കേണ്ടതായിട്ടുണ്ട്. അതിനെ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കണം. അതിനാൽ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം കോടതിക്ക് മുൻപിൽ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. ഇപ്പോൾ ഈ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം പ്രതി സെബാസ്റ്റ്യനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയതിനു ശേഷമാവും കോടതിയിലേക്ക് കൊണ്ടുപോകുക. ഷമി, സനോജ്, ഇയാൾ ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. താൻ ആ വീട്ടിൽ അധികം താമസിച്ചിരുന്നില്ല, മറ്റുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ എന്ന് തനിക്കറിയില്ല, അങ്ങനെയുള്ള മറുപടികളാണ് ഇയാൾ നിരന്തരമായി പോലീസിന് നൽകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണോ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വേണം എന്നൊരാവശ്യം ഉന്നയിക്കുന്നത്? ഷമി, ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമായിട്ടാണ് പോലീസിനെ നോക്കിക്കാണുന്നത്. കാരണം അത്രത്തോളം കൊലപാതകങ്ങൾ നടത്തിയിട്ടും വ്യക്തമായി പ്ലാനിങ്ങോടുകൂടി നടപ്പാക്കിയതിനു ശേഷം ചെയ്ത കാര്യങ്ങൾ കൃത്യമായി ഒളിപ്പിക്കുന്ന ഒരു സാഹചര്യം പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥരെ കബളിപ്പിക്കുകയും ചോദ്യം ചെയ്യലുമായി സഹകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 7 ദിവസക്കാലം ഇദ്ദേഹവുമായി തെളിവെടുപ്പ് നടത്തി വീണ്ടും അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തുവെങ്കിൽ കൂടിയും പ്രതി അന്വേഷണവുമായി സഹകരിക്കാത്ത സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ ഭാര്യയെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്ന സാഹചര്യവും ഇന്നലെ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നാലെയാണ് ഇപ്പോൾ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. 7 ദിവസത്തെ കസ്റ്റഡിയാണ് നേരത്തെ കോടതി അനുവദിച്ചത് എങ്കിൽ കൂടിയും ഇന്ന് അത് അവസാനിക്കുകയാണ്. എന്നാൽ കാര്യമായ അന്വേഷണ പുരോഗതി ഉണ്ടാക്കുവാൻ പോലീസിന് ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം അത്രത്തോളം പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്ത ഒരു സാഹചര്യമാണ് ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കസ്റ്റഡി കാലം വേണമെന്നുള്ള ഒരു അപേക്ഷ കോടതിക്ക് മുമ്പാകെ ക്രൈംബ്രാഞ്ച് സമർപ്പിക്കുന്നത്. മാത്രമല്ല, DNA പരിശോധനാ ഫലങ്ങളുടെ സാമ്പിളുകൾ കഴിഞ്ഞ ദിവസം ബന്ധുമിത്രാദികളുടെ ഭാഗത്തു നിന്ന് ശേഖരിച്ചിരുന്നു. അതിന്റെ പരിശോധനാ ഫലം കൂടി ഇന്ന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ ലഭിക്കും. അത് ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കേണ്ടതുണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കോടതിക്ക് മുൻപാകെ ക്രൈംബ്രാഞ്ച് ഉന്നയിക്കുക. ഷമി, സനോജാണ് വിവരങ്ങൾ നൽകിയത്.